ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 2 കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരു ഗ്രീൻ കളറിലുള്ള കേക്കാണ്. രണ്ടും ഒരു വീട്ടിലേക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ബേക്കിംഗ് ജേണിയെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണിത് തുടങ്ങിയതെന്നൊക്കെ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബേക്കിംഗ് ജേണി തുടങ്ങിയിട്ട് 6 വർഷമായി. 6 വർഷത്തിൻ്റെ മുന്നേ ഇതേപോലെ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇങ്ങനത്തെ വീഡിയോസിലും ഷോർട്സിലൊക്കെ ഇത് ഡിസൈൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാം, അത് സക്സസ് ആവുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഒരിക്കലും അതൊരു ബിസിനസ് ആക്കിയെടുക്കാൻ ഒരിക്കലും ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാനൊരു ക്ലാസ്സിനും പോയിട്ടൊന്നുമില്ല. ഒക്കെ യൂട്യൂബിൽ നിന്നാണ് പഠിച്ചത്. ബേക്കിങ്ങിൻ്റെ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാതും യൂട്യൂബിൽ നിന്നാണ് പഠിച്ചത്. നമുക്ക് എന്ത് ജോലിയാണെങ്കിലും നമുക്ക് അതിനോട് നല്ല ആത്മാർത്ഥതയും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് നമുക്ക് ആരെങ്കിലും പറഞ്ഞ ഒരു ഇതിലൊന്നും ഒരു കാര്യം, അതിപ്പോൾ ബേക്കിംഗ് അല്ല, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ സക്സസ് ആവും, അത് ഉറപ്പാണ്. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. അപ്പോൾ ഇതിനോടുള്ള അത്രയും ഇഷ്ടം കാരണം ഞാൻ ആ സമയത്ത് ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. ഡിസൈൻ ചെയ്യുന്ന സാധനമാണെങ്കിലും ടേൺ ടേബിൾ, ഐസ് നൈഫ്, അതേപോലത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളടുത്തൊന്നും. ബേക്കിങ്ങിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ ഒരു ഷോപ്പും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2-3 ഷോപ്പുണ്ട്, അന്ന് ഒരു ഷോപ്പും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഷോപ്പൊക്കെ അൽഹംദുലില്ലാ ഉണ്ട്. അപ്പോൾ അന്ന് ഇതേപോലെ മോളിൽ നിന്നൊക്കെയാണ് ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങിച്ചത്. ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീമൊന്നും മുതലാവില്ല, കാരണം അത് നല്ല റേറ്റുള്ള ക്രീമായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് സാധനമൊക്കെ വാങ്ങിച്ചതും. അങ്ങനെ ഫസ്റ്റ് കേക്ക് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഫസ്റ്റ് കേക്ക് തന്നെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ആ ഒരു രൂപമൊക്കെ കുഴപ്പമില്ല കേട്ടോ. ചിലരുടെ കേക്കൊക്കെ ഇതേപോലെ ഫസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ കാണുമ്പോൾ അതിലും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. ഞാനങ്ങനെ കൂടുതൽ കേക്ക് അങ്ങനെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു 3 കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ 4ാമത്തെ കേക്ക് അൽഹംദുലില്ലാ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ കേക്ക് തന്നെ കുഴപ്പമില്ലാണ്ട് ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഇനി നമുക്ക് ഇടയ്ക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കി ഇതേപോലെ ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അതും ഇതേപോലെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിചാരിച്ചു ഇനി മക്കൾ ബർത്ത്ഡേ ഒക്കെ ആയാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ, വെറുതെ പുറത്തുനിന്ന് വാങ്ങിക്കണ്ടല്ലോ, ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. ആ ഒരു സമയത്തൊന്നും ഇത്രയും ഹോം ബേക്കേഴ്സൊന്നും ഇല്ല. ഇപ്പോൾ ഒരുപാട് ഹോം ബേക്കേഴ്സ് നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റോറി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.